ഇനി നമുക്ക് അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഒരു സൂഫി സംഗീതജ്ഞനാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തുന്നത്. സൂഫി മിസ്റ്റിക് സംഗീതധാര മലയാളികൾക്കിടയിൽ ജനകീയമാക്കിയ സമീർ ബിൻസി. സൂഫിയാന കലാം എന്ന പേരിലുള്ള സമീർ ബിൻസിയുടെ പാട്ടുവേദികൾക്കിന്ന് കേരളത്തിനകത്തും പുറത്തും നിരവധി ആസ്വാദകരുണ്ട്. അവരുടെ വിശേഷങ്ങൾ കാണാം. നമസ്കാരം. മോർണിംഗ് ഷോയിൽ ഇന്ന് നമുക്ക് വ്യത്യസ്തനായൊരു അതിഥിയാണ്. സൂഫി മിസ്റ്റിക് ഗായകനായ സമീർ ബിൻസി. ലോകത്ത് പലയിടങ്ങളിലും ഉണ്ടായിരുന്ന സൂഫിയാന കലാമിനെ മലയാളികൾക്കിടയിൽ പരിചയപ്പെടുത്തിയ, ജനകീയമാക്കിയ അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. സമീർ, സ്വാഗതം മോർണിംഗ് ഷോയിൽ. സൂഫിയാന കലാമിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ഈ സൂഫിയാന കലാം എന്നതോട് ഉദ്ദേശിക്കുന്നത്? ഏത് രീതിയിലാണത് കേരളത്തിൽ പരിചയപ്പെടുത്തിയത്? അതായത് ലോകപ്രശസ്തരായിട്ടുള്ള ലോകത്തെ ആളുകൾ സൂഫികളെന്നും സൂഫി കവികളെന്നും വിളിക്കുന്ന, ഒരർത്ഥത്തിൽ കവികളല്ല, ശരിക്കും സൂഫികളാകുന്നത് കൊണ്ട് കവികളാകുന്നതാണ്. അവർ എഴുതിയ, അവരിൽ നിന്ന് എഴുതി വീഴപ്പെട്ട വരികളാണ് ഈ സൂഫിയാന കലാം എന്ന് പറയുന്നത്. ലോകത്തുള്ള പലതായിട്ടുള്ള മിസ്റ്റിക് ദർശനങ്ങളെപ്പോലെ അതൊരു പ്രവാചകൻ മുഹമ്മദിന് ശേഷം ആ മിസ്റ്റിക് ദർശനത്തെ സൂഫിസം എന്നറിയപ്പെടുന്നു. അപ്പോൾ ആ വിഷയങ്ങൾ വരുന്ന സൂഫികളായിട്ടുള്ള ആളുകൾ എഴുതിയ പാട്ടുകളാണ് ഈ സൂഫിയാന കലാം എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഈ സൂഫിയാന കലാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം എന്താണ്? ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു സാമ്പിൾ? ഇപ്പോൾ ഒരു പേർഷ്യൻ കാവ്യം ലോകത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള ഇതാണ് മസ്നവി മാനവി, ജലാലുദ്ദീൻ റൂമിയുടെ. അതുപോലെ തന്നെ അറബിയിൽ വരികയാണെങ്കിൽ ഇബ്നു അറബി, റാബിയ അദ്വിയ തുടങ്ങിയിട്ടുള്ള ആളുകൾ. ഇനി നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വരികയാണെങ്കിൽ അമീർ ഖുസ്രുവിനെ പോലുള്ള ആളുകൾ. പിന്നെ അതിങ്ങനെ പരന്നു കിടക്കുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട്. ഇന്നും അതിൻ്റെ ട്രഡീഷൻ തുടർന്നു വരുന്നുണ്ട്. ഇപ്പോൾ റൂമി എന്ന് പറയുമ്പോൾ നമുക്ക് സൂഫിസത്തെ പറ്റി വായിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയുന്ന, അല്ലെങ്കിൽ സൂഫിസത്തെ പറ്റി കേൾക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് ശരിക്കും റൂമി എന്ന് പറയുന്നത്. ഇപ്പോൾ റൂമിയുടെ വരികളാണ് ഇപ്പോൾ പ്രധാനമായിട്ട് സൂഫിയാന കലാം എന്ന് പറയുമ്പോൾ അറ്റ് ഫസ്റ്റ് ബ്ലഷ് ആരെ മൈൻഡിലും വരിക. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു പാട്ട് പാടാം. പിന്നൊരു ജലാലുദ്ദീൻ റൂമിയുടെ മസ്നവിയിൽ നിന്ന് 2 വരിയും, അതോടൊപ്പം പുലവർ കാവ്യ പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ തമിഴ്നാടും കേരളവും പടർന്നു കിടക്കുന്ന വേറൊരു പ്രസ്ഥാനമുണ്ട്, സൂഫി കാവ്യ പ്രസ്ഥാനം തന്നെ. അതിലെ വരി കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പാടാം നമുക്ക് ആളുകൾക്ക് വേണ്ടിയിട്ട്. നേ ഹദീസ് രാഹ് पर हूँ मैं कुना क़िस्सा है इश्क मजनू मैं कुना मान प्रेमतिले മൺകൂടാണതിലേ മേയും ലൈല മായ മായ ലോകത്തല്ലോ ലീല മായ മായ ലോകത്തല്ലോ ലീല. ഒരു ട്രഡീഷണൽ വഴികളിൽ നിന്ന് മാറിയിട്ട് ഒരു പുതുവഴി വെട്ടിത്തെളിച്ച് ഇങ്ങനെ ഒരു സൂഫിയാന കലാമുമായിട്ട് വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായി? സൂഫിയാന കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ട് ഒരു 10-12 വർഷമായി കാണും. ഗസലുകൾ നമ്മൾ പാടിയിരുന്നു ആദ്യം. ഗസൽ പാടുക എന്നൊന്നും ഇപ്പോൾ ഗസൽ ആരും പാടുന്നൊരിതാണല്ലോ. ഞാൻ പാടിയെന്ന് തന്നെ നമ്മുടെ ഒരു ചരിത്രം ഉണ്ട് എന്നുള്ള നിലക്ക് മാത്രം പാടുകയാണ്. കാരണം അതിൻ്റെ പൂർണ്ണതയിലല്ല. ഗസൽ പാടുക എന്നൊക്കെ വലിയൊരു സംഭവമാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ആശയവും നമ്മുടെ നോട്ടങ്ങളും ഒക്കെ ഒരു പ്രപഞ്ചവീക്ഷണമൊക്കെ ഒരു സൂഫി തലത്തിലേക്ക് നമ്മൾ ഏതോ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ പാട്ടും അതിൻ്റെ കൂടെ നമ്മുടെ ആദ്യം ഉള്ളതാണല്ലോ. അപ്പം അതൊന്നിച്ചങ്ങനെ പോയി. ഫർദവൻ തൻ ഖുദ്ദൂസിൽ
മനസ്സിൽ സഖാമല്ലേ ബദലിലെന്നെന്നും ഹൂവുള്ള ദേശിക്കേ. ഒരു നല്ലൊരു ഗ്രൂപ്പ് ആളുകൾക്കിടയിലേക്ക് നിങ്ങൾ പരിചയപ്പെടുന്ന ആ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. ടീം ഞാനും ഇമാം മജ്ബൂറുമാണല്ലോ പാടിക്കൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ. എൻ്റെ ഗുരുതുല്യനും അതുപോലെ തന്നെ ഞങ്ങൾ തബലിസ്റ്റുമായിട്ടുള്ള അക്ബറിൻ്റെ അനിയനും കൂടിയാണ് അവൻ. അപ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ ഞങ്ങൾ ഒന്നിച്ചാണുള്ളത്. അപ്പം അത്തരം വിഷയങ്ങളും കാര്യങ്ങളും സംസാരിക്കുന്നതും. അപ്പോൾ പാട്ടിനെങ്ങനെ ഒരു മേഖലയിൽ കൊണ്ടുപോകാനൊരു പ്രൊഫഷണലി നമുക്കൊന്ന് ഇറങ്ങി നോക്കാം നാളെ മുതൽ, അങ്ങനെയൊന്നും ഇറങ്ങിയതല്ല ഇത് നമ്മൾ പാട്ട് പണ്ട് തൊട്ടേ ഉണ്ട്. പിന്നെ നമ്മൾ തസവുഫ് അല്ലെങ്കിൽ സൂഫി ഇത്തരം നോട്ടങ്ങൾ ഉണ്ടായ സമയത്ത് പാട്ടും അതിൻ്റെ കൂടെ പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അക്ബറിൻ്റെ അനിയൻ മജ്ബൂറുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ പോയത്. അല്ലാതെ നമുക്ക് നാളെ തൊട്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങാം അങ്ങനെ ഒരു ഇറങ്ങിയതൊന്നുമല്ല. ആളുകൾ കേൾക്കുന്നുണ്ട്, അപ്പോൾ അതങ്ങനെ പോകുന്നു. ആളുകൾ കേൾക്കുന്നില്ലെങ്കിൽ നമ്മളിവിടെ റൂമിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് പാടും, അത്രയേ ഉള്ളൂ. ഇച്ഛമസ്താൻ്റെ പാട്ടുകൾ ഒരുപക്ഷെ പുതിയ തലമുറയിലുള്ള ആളുകൾക്കെങ്കിലും അത് പരിചയപ്പെടാനായത് നിങ്ങളിലൂടെ ആയിരിക്കും. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം? വടക്കൻ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു സൂഫി മിസ്റ്റിക് കവിയായിരുന്നു ഇച്ഛമസ്താൻ എന്ന് പറയുന്നത്. കേരളത്തിൽ ഉമർ ഖയ്യാം എന്നാണ് ആബു സാഹിബിനെ പോലുള്ള ചരിത്രകാരന്മാർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഈ മൻസൂർ ഹല്ലാജിനോട്, അനൽ ഹക്ക് എന്ന് പറഞ്ഞ മൻസൂർ ഹല്ലാജ് അല്ലെങ്കിൽ ഇബ്നു അറബി ഇവരോടൊക്കെ കിടപിടിക്കുന്ന ദാർശനിക പ്രധാനങ്ങളും, ദാർശനികത എന്നുള്ള വാക്കതിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അത്തരം കവിതകളാണ്. അപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ കണ്ണൂരുള്ള സമയത്ത് കണ്ണൂരിലേക്ക് ശ്രീനാരായണ ഗുരു വരുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇന്നിവിടെ ഒരു മനുഷ്യൻ വരുന്നുണ്ട് എന്ന് പറയുണ്ടായി ഇച്ഛമസ്താൻ. അങ്ങനെ നാരായണ ഗുരു വരികയും അങ്ങനെ ഇച്ഛമസ്താൻ നാരായണ ഗുരു ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരുണ്ടെന്ന് ഹരിനാമ കീർത്തനത്തിലെ ശ്ലോകമാണ് തോന്നി ചൊല്ലി. ആ സമയത്ത് ഇച്ഛമസ്താൻ ഒന്നായ നാലു നില ഒന്നൊന്നുറപ്പതിലെ ഒന്നല്ല രണ്ടല്ലടി. അങ്ങനെ പല തരത്തിലുള്ള ദാർശനികമായ മിസ്റ്റിക് കൈവഴികളുടെ ഒരു രസകരമായൊരു ഗിവ് ആൻഡ് ടേക്കാണ് അവിടെ നടന്നിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ ഇച്ഛമസ്താൻ തൻ്റെ മേൽക്കുപ്പായമെടുത്ത് നാരായണ ഗുരുവിന് സമ്മാനമായി നൽകുകയും ഞാനിന്നൊരു മനുഷ്യനെ കണ്ടു എന്ന് പറയുകയും ചെയ്തതായിട്ടുള്ളൊരു കാര്യം പഴയ ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ഒരിക്കൽ കലാമണ്ഡലത്തിലൊരു സമയത്ത് നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ച സമയത്ത് ഈ സൂഫിയാന കോൺസെർട്ട് അവതരിപ്പിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന്, ഈ ചരിത്രം എനിക്ക് ആദ്യം അറിയാം പക്ഷേ പാടാൻ എനിക്ക് പെട്ടെന്ന് തോന്നുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം നമ്മൾ ചൊല്ലി. അത് അതിൻ്റെ തന്നെ ഇച്ചയുടെ ഒരു വരി ചൊല്ലിയ സമയത്താണ്. ഇച്ച തന്നെ ഇപ്പോൾ ചൊല്ലുന്നതും പൊരുള് ചൊല്ലാനരുതരുത് ചൊല്ലുണ്ട് രണ്ട് കൗലിൽ സൂക്ഷിത്തതിൻ്റെ സ്വരം ദാലാകും രണ്ടലീഫിൽ മുനയുണ്ട് രണ്ട് കതിരം ഹൂയണ്ട ഉൾപ്പൊരുളേ. അങ്ങനെ പൊരുളിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. പൊരുളിനെ വിവിധ തരത്തിൽ ദർശിക്കുന്നതായിട്ടുള്ള നാരായണ ഗുരുവും പൊരുളെന്നും ഉടമ്പൊടു മക്കളുയർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം എന്ന് നാരായണ ഗുരു പാടുന്നതായിട്ട് നമുക്ക് സാധാരണഗതിയിൽ ഗസൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതേസമയം ഈ സൂഫി ഗാനങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആധ്യാത്മികമായ ഒരു സദസ്സിൽ മാത്രം ഒതുങ്ങുന്നതാണെന്നൊരു ധാരണയുണ്ട്. അതിനെ എങ്ങനെയാണ് പുറം ലോകത്ത് അതിൻ്റെ ഒരു സ്വീകാര്യത എങ്ങനെയാണ്? രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ആദ്യം പറഞ്ഞ പോലെ തന്നെ ആളുകൾക്കിടയിൽ ഒരു ഒതുങ്ങി നിൽക്കുന്നൊരു പ്രകൃതം ഈ സൂഫി നോഷൻസിനുണ്ട്. അതുകൊണ്ടാണ് സൂഫി കൃതികൾ ചില ആളുകളത് സ്വാഭാവികം വായിക്കരുത്, അങ്ങനെയൊക്കെയുള്ള നമുക്ക് ചില നിബന്ധനകളൊക്കെ കാണാൻ കഴിയും. പക്ഷെ ഇന്ന് ഒരുപാട് ലോക പ്രശസ്ത ക്ലാസിക്കുകൾക്കൊക്കെയും ട്രാൻസ്ലേഷൻസായി ആളുകളത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഇത് മാത്രം നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ സൂഫിയാന കലാം എന്ന് പറയുന്ന ഖവാലി അതിൽ പ്രധാനപ്പെട്ടൊരു ജാനറാണ്, നമ്മൾ പാടുന്നത് തന്നെയാണ് ഖവാലി. ഈ ഖവാലി അതിൻ്റെ സദസ്സൊക്കെ അത്രയും ഒരു തലത്തിലെത്തിയ ആളുകൾ മാത്രം വന്നിരിക്കുന്ന അത്തരം നിബന്ധനകളും നിഷ്കർഷകളൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ സൂഫി ക്ലാസിക്കുകളോ അല്ലെങ്കിൽ സൂഫികളുടെ വർത്തമാനങ്ങൾക്കോ അതൊക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ടതോട് കൂടിയിട്ട് അത്തരം കാര്യങ്ങളില്ലാതായല്ല. അങ്ങനെ നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഈ പാട്ടായിട്ട് അങ്ങനെ മൂടി വെക്കുന്നതിൽ അർത്ഥമില്ല. ഇതാണ് ഒരുപക്ഷെ പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് എന്നൊരു പാട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെ ഓടിയിട്ടുണ്ട്. അത് മിക്ക പരിപാടികളിലും സമീർ അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാണ് ആ പാട്ടിൻ്റെ ആരുടെ പാട്ടുകളാണ്?
പട്ടാപ്പകൽ. ആസ്ഥാൻ KV അബൂബക്കർ മാഷ് എന്ന് പറഞ്ഞിട്ട് പൊന്നാനി ജീവിച്ചിരുന്ന ഒരാളുടെ ഇവരുടെയൊക്കെ പാട്ടുകൾ കളക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കേരളത്തിൽ പണ്ട് തൊട്ടേ ഉണ്ട്. ഉസ്താദ് മുസ്തഫ കടലുണ്ടിയെ പോലുള്ള, താനൂർ കോയയെ പോലുള്ള ആളുകൾ ഒരുപാട് കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത പാട്ട് തന്നെയാണ് നമ്മൾ. ഇത് KV അബൂബക്കർ മാഷ് പൊന്നാനിയിൽ ജീവിച്ചിരുന്ന ഒരു സൂഫി കവിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സൂഫികളുടെ ചില നിഗൂഢ ജീവിതങ്ങളോ വിചിത്ര ജീവിതങ്ങളോ ഒരു സാമൂഹിക ബുദ്ധിക്കകത്ത് നിന്ന് ചിലപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെടാം, അല്ലെങ്കിൽ മൊത്തത്തിലൊരു സുഖമില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ മുമ്പിൽ ഒരു പരാതിയായിട്ട് ആളുകളിൽ നിന്ന് വന്നപ്പോൾ അത് ഉമ്മ പരിഭവമായിട്ട് മകനോട് പറഞ്ഞപ്പോൾ അപ്പോൾ എഴുതിയതാണ് ഈ പാട്ട് എന്നാണ് പറയുന്നത്. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാ ഹക്ക്, പലരും നമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാനീ പോക്ക്, പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയുള്ള ഒരു പാട്ടാണ് ഈ വട്ടനിലാവ് ഉദിച്ചുയരുമ്പോൾ എന്ന് പറയുന്ന. അതും ഒരുപക്ഷെ കുറേ ആളുകൾക്കെങ്കിലും ഒരു പുതിയ പാട്ടായിരിക്കും. പക്ഷേ എത്രയോ കാലങ്ങളായിട്ട് ഇവിടെയുള്ള പാട്ടുകൾ തന്നെയാണ് അതൊക്കെ. ആരായിരുന്നു അതിൻ്റെ പിന്നണിയിൽ? അത് താനൂർ ഇമ്പിച്ച് കോയത്തങ്ങൾ. ഇതൊക്കെ ഇപ്പോൾ ചോദിക്കുന്നതൊക്കെ ഏകദേശം ഒരേ ഡയമെൻഷനിലാണ്. അതായത് ശരിയാണ്, നല്ല രസമുള്ള ഇതാണ്. ആളുകളത് എന്താ ഇതേപോലത്തെ ഒരു കോണ്ടെക്സ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. ഇമ്പിച്ച് കോയത്തങ്ങൾ ഇത് പാടാനുള്ള കാരണം. വട്ടനിലാവ് ഉദിച്ചുയരുമ്പോൾ പട്ടികൾ കുരച്ചിട്ട് എന്ത് ഫലം, ഈ പട്ടികൾ കുരച്ചിട്ട് എന്ത് ഫലം. അപ്പോൾ ഈ ഒരു പാട്ടുകൾ പല ഭാഷകളിലുള്ള, അറബിയിലാണെങ്കിലും ഉറുദു, പേർഷ്യൻ ഒക്കെ പാട്ടുകളാണ്. ഇത് കേരളീയ സമൂഹത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് മുമ്പിലാണ് അവതരിപ്പിക്കുന്നത്. ഇതേ അറബികൾക്ക് മുമ്പിലോ അതുപോലെ തന്നെ ഉറുദു ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ മുമ്പിലൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടോ? ഒരുപാടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തൊക്കെ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ചത് കൊണ്ട് പല ഭാഷയിൽ ഉള്ള, പല ട്രഡീഷനിലുള്ള, പല തരത്തിലുള്ള ആളുകൾ നമ്മൾ കോൺസെർട്ട് കണ്ടിട്ടുണ്ട്. അത് നല്ല നല്ല രസകരമായിട്ടുള്ള വളരെ ആനന്ദദായകമായ അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. സമീറിൻ്റെ കുറച്ച് പാട്ടുകൾ കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. റാഹത്തി യാ ഇഖ്വതി ഫീ ഖൽവതി, റാഹത്തി യാ ഇഖ്വതി ഫീ ഖൽവതി, വഹബീബി വഹബീബി ദായിമൻ ഫീ ഹദ്റതി റാഹത്തി. ഇത് റാബിയുടെ. അതുപോലെ തന്നെ മൻസൂർ ഹല്ലാജ്, ബഷീറിനൊക്കെ വായിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാലോ. അനൽ ഹക്ക് എന്ന് പറയുകയും ഞാനാകുന്നു ആ പാരമാർത്ഥിക സത്യം എന്ന് പറയുകയും അങ്ങനെ അതിൻ്റെ മനസ്സിലാകായിക കൊണ്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുകയൊക്കെ ചെയ്ത അവിടുത്തെ 2 വരി അറബി തന്നെയാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് ദൈവത്തെ കണ്ടു, ഞാൻ ചോദിച്ചു നീ ആരാണെന്ന്, ഉത്തരവും കിട്ടി നീ തന്നെയാണെന്ന്. റഅയ്തു റബ്ബി ബിഐനി ഖൽബിൻ ഫഖുൽതു മൻ അൻത ഖാല അൻത. പാരമ്പര്യ പാട്ടുവഴികളിൽ നിന്ന് വ്യത്യസ്തമായി സൂഫി ധാരയിലെ ഒരു വ്യത്യസ്തമായ ധാര തന്നെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത സമീർ ബിൻസിയാണ് ഇതുവരെ നമ്മോട് സംസാരിച്ചത്. വളരെയധികം നന്ദി മോർണിംഗ് ഷോയിൽ അതിഥിയായി. സ്നേഹം, സന്തോഷം, ഇഷ്ക്.